പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവം സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നലെ ധ്യാനം തീർന്നു. എന്നാൽ ദൈവമക്കളിൽ ഇന്നലെ ധ്യാനം ആരംഭിച്ചിരിക്കുകയാണ്. അവരൊക്കെ പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോയി ജപമാലയൊക്കെ ചൊല്ലി ധ്യാനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ മറ്റുള്ളവരോട് ആനന്ദത്തോടെ പറയുകയാണ്. മക്കളെ, ഈ ആനന്ദം നിങ്ങൾക്ക് വേണ്ടേ? നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ, നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. നല്ലൊരു ആനന്ദം, നല്ല കൃപാവരത്താൽ, വരദാന അഭിഷേകത്താൽ നിങ്ങൾക്ക് നിറയണമെങ്കിൽ ബഥേൽ മാതാവിൻ്റെ ധ്യാനം ഇനി അടുത്ത മാസമാണ്, സെപ്റ്റംബറിൽ. അടുത്ത മാസത്തിൽ ധ്യാനത്തിലേക്ക് നിങ്ങൾ വരിക. എല്ലാ ഏകദിനങ്ങളും ഉണ്ട് ഇവിടെ. ഇന്നലെ ഏകദിനം കഴിഞ്ഞു. ഇനി അടുത്ത ഞായറാഴ്ച ഏകദിനമില്ല. അത് കഴിഞ്ഞുള്ള ഞായറാഴ്ച ഏകദിനമുണ്ട്. ഇനി അടുത്ത തിങ്കളാഴ്ച, ഇന്നല്ല അടുത്ത തിങ്കളാഴ്ച അഖണ്ഡ ജപമാലയുണ്ട്. ഒരുപാട് ആളുകൾ ഒരുമിച്ച് കുർബാനയും ആരാധനയും 1000 മണി ജപമാലയാണ് വരിക. 2-2:15, 2:30 എല്ലാം തീരും. അതിനെ വരിക കേട്ടോ. അപ്പോൾ പ്രാർത്ഥിക്കണം മക്കളെ, പ്രാർത്ഥിക്കണേ. നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം വീണ്ടും മാതാവ് വഴി ഈശോയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ഈ മക്കളെ സമർപ്പിച്ച എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണമേ കർത്താവേ. ദൈവമേ, ഈ മക്കളെല്ലാവരും, ഇത് കേൾക്കുന്ന സകല മക്കളും ധ്യാനത്തിലേക്ക് കടന്നു വരട്ടെ കർത്താവേ. ഇവരുടെ കുടുംബം രക്ഷ പ്രാപിക്കട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ബന്ധനങ്ങൾ അഴിക്കാത്തത് കൊണ്ടാണ്. എന്താ ബ്രദറെ ഈ ബന്ധനങ്ങൾ? നമ്മുടെ മാനസാന്തരം, നമ്മുടെ പാവങ്ങൾ ഓർത്ത് ഒന്ന് കുടുംബം അടക്കം ഒന്ന് ധ്യാനത്തിലേക്ക് വരാൻ പറ്റുമോ? ബഥേൽ മാതാവിൻ്റെ ധ്യാനത്തിലേക്ക് പോവാ, ഗ്യാരണ്ടി തരാം. യേശുനാമത്തിൽ ഗ്യാരണ്ടി തരാം. പറയണത് ബ്രദർ ജോസ് തോമസ് ആണ്. യേശുവിൻ്റെ നാമത്തിലാണ്. കുടുംബമടക്കം നിങ്ങൾക്ക് എന്ത് ബന്ധനങ്ങളുണ്ടോ കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ ഈശോ അയച്ചു തരും. ഈശോയ്ക്ക്. വിശുദ്ധ അന്തോണീസേ, സകല വിശുദ്ധരെ, സെന്റ് ജോസഫേ, പ്രാർത്ഥിക്കണേ. കുടുംബടക്കം കൊച്ചിമ്പിച്ചൊക്കെ ഉണ്ട്. കൊച്ചിമ്പിച്ചായിട്ട് നിങ്ങളുടെ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മാറ്റിത്തരും. ഗ്യാരണ്ടിയാണ്. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ എത്ര പോയി. കാര്യം കിട്ടിയിട്ട് കുറ്റം പറയുക, അല്ലെങ്കിൽ വരാതിരിക്കുന്ന അനേകം മക്കളുടെ, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. ദൈവരാജ്യം പടുത്തുയർത്തണം. എൻ്റെ ദൈവത്തിൻ്റെ ജോലി ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതിന് തയ്യാറാണോ? ആ ബന്ധനം ഒക്കെ എല്ലാ കുരുക്കും അഴിയും, എല്ലാ മുട്ടും മടങ്ങും. കർത്താവിൻ്റെ അടക്കം മടങ്ങാൻ പറ്റാത്ത ഒരു മുട്ടുമില്ല മക്കളെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ഒരു താമസമുള്ള ധ്യാനത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിനൊന്ന് ഒരുങ്ങി നോക്കിക്കേ. നമുക്ക് അടുത്ത മാസത്തെ നോട്ടീസ് ഇതിനകത്ത് ഞാൻ ഇട്ടേക്കാം, അല്ലെങ്കിൽ അന്വേഷിക്കുക, റിക്വസ്റ്റ് അയക്കുക. അപ്പോൾ താമസമുള്ള ധ്യാനം എന്നാന്നുള്ളത് ഒക്കെ പറയാം കേട്ടോ. ദൈവാനുഗ്രഹിക്കട്ടെ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. സമർപ്പണം, എല്ലാ സമർപ്പണങ്ങളും നിങ്ങൾ ആവശ്യപ്പെട്ട നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മാതാവ് വഴി പ്രാർത്ഥിച്ച് അനുഗ്രഹം പിടിച്ചു തരട്ടെ. ഈശോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ. മക്കളെ, മാതാവ് വഴി നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ എല്ലാ കാര്യങ്ങളും ഓർത്ത് നമുക്കൊന്ന് നന്ദി പറയാം. ദൈവത്തോട് നന്ദി പറയാം. നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനായി യേശുവേ. നന്ദി നാഥ. മക്കളെ, ഒന്നുമില്ലെങ്കിലും ദൈവത്തോട് നന്ദി മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു നോക്കിയേ. ലഭിച്ച അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറഞ്ഞു നോക്കിയേ. എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഒരു സാക്ഷ്യം ഞാൻ നന്ദിയായിട്ട് സാക്ഷ്യം പറഞ്ഞപ്പോൾ കിട്ടാതിരുന്ന ഒരു കാര്യം എനിക്ക് കിട്ടി. കണ്ടോ? ഹല്ലേലൂയ. ആദ്യം ഞാൻ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, നന്ദി പറഞ്ഞപ്പോൾ കിട്ടി. അത് ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരിക്കലും കിട്ടാത്തൊരു കാര്യം കിട്ടി.
അത് നിങ്ങൾക്കും കിട്ടട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവേ, ഇവർ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ എല്ലാവരും അനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതമലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി, നമ്മുടെ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. സന്തോഷത്തോടുകൂടി ഇരിക്കട്ടോ. പ്രൈസ് ദി ലോർഡ്.